എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ജൂൺ 27-ാം തീയതി വരെയാണ്. ജൂൺ 27-ാം തീയതി വരെയാണ് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിലേക്കുള്ള അഡ്മിഷൻ പ്രവേശനം നടത്താനുള്ള അവസാന തീയതി. ജൂൺ 27-ാം തീയതിക്ക് ശേഷം പിന്നീട് എല്ലാവിധ സീറ്റുകളും, അത് ബാലൻസ് ഉള്ള എല്ലാവിധ സീറ്റുകളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതിലേക്കായിട്ട് മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂൺ 27-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് അഡ്മിഷനായിട്ട് ആ ഒരു സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വേക്കൻസി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റുകളിൽ അഡ്മിഷൻ നൽകുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതില്ല. കാരണം ഇഷ്ടമുള്ള കോഴ്സാണ് ഒരു വിദ്യാർത്ഥി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് ആരും പഠിക്കാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണോ അതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് സയൻസ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടമുള്ളത് അതനുസരിച്ച് നിങ്ങൾ കോഴ്സ് കിട്ടുമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഏകദേശം നിങ്ങൾക്കൊരു ഫീസ് വരിക എന്ന് ചോദിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 30,000-ഓളം രൂപ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ ഫീസ് ഇനത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഫീസ് അടക്കാനില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയുടെയും അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജസ്റ്റ് ഒന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 27-ാം തീയതി വരെയാണ് ഈ ഒരു 2 കോട്ടകളിലേക്കുള്ള അഡ്മിഷൻ നടത്താനായിട്ട് സ്കൂളുകൾക്ക് അനുമതിയുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ, അത് ഗവൺമെൻറ് സ്കൂളല്ലാതെ എല്ലാ സ്കൂളുകളും മാനേജ്മെൻറ്റ് സ്കൂളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവും, അതുപോലെ കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു ഓരോ കോഴ്സ് അനുസരിച്ച് 30,000 ആ ഒരു റേഞ്ചിലൊക്കെ ഫീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് ആ ഒരു സീറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അഡ്മിഷൻ നേടാൻ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സായിരിക്കണം. ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് പലർക്കുമുള്ള ഒരു ഡൗട്ടായിരിക്കും, അതായത് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അല്ല, ആ ഒരു സ്കൂളുകൾ അല്ലെങ്കിൽ ആ ഒരു കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ HSCയിൽ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഏതെങ്കിലും ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക, അല്ല അതിലൊരു ട്രാൻസ്ഫറോ മറ്റോ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ തന്നെ പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു സൗകര്യം പങ്കെടുക്കാനായിട്ട് പറ്റുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ യാതൊരു കാരണവശാലും പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലും അഡ്മിഷൻ നേടാവൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളിലെ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വേക്കൻസി ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അഡ്മിഷൻ നേടാവൂ. ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ
ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത്, അത് പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.